സോ ഇപ്പോൾ സമയം ഏകദേശം 12 മണിയായിട്ടുണ്ട്. 5-ാം തീയതി സെപ്റ്റംബർ. ഇന്ന് എൻ്റെ നാട്ടിൽ, അതായത് കേരളത്തിൽ ഓണമാണ്. ഞാൻ ഇപ്പോൾ ഉള്ള ബാംഗ്ലൂരാണ്. കറക്റ്റ് ഓണത്തിൻ്റെ സമയത്ത് ഞാൻ ട്രാവൽ ചെയ്യുകയാണ് ബാംഗ്ലൂരിൽ കൂടെ. ഒരുപാട് നാളായി വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇപ്പോഴും സ്റ്റാർട്ട് ചെയ്തിട്ട് എനിക്കറിയത്തില്ല എന്താ പറയേണ്ടതെന്ന് ക്യാമറേൻ്റെ ഫ്രണ്ടിൽ. അല്ലെങ്കിൽ ഞാൻ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും, വാട്സ്ആപ്പ് ഗൈസ്, ഇറ്റ്സ് മീ നിതീഷ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടായിരിക്കും. പക്ഷേ ഇപ്പം ഞാൻ കുറച്ച് ഇമോഷണലാണ്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വർഷം എനിക്ക് വീട്ടിൽ ഓണം ആഘോഷിക്കാൻ പറ്റില്ല. ലാസ്റ്റ് ഇയറും ഞാൻ ഓണം ആഘോഷിച്ചിട്ടില്ല. ലാസ്റ്റ് ഇയർ ഞാൻ സ്വിറ്റ്സർലാൻഡിലായിരുന്നു. ആ സമയത്ത് ഈ വർഷം ഞാൻ വേറൊരു രാജ്യത്തേക്ക് പോവാണ്. സോ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഈ ഒരു സമയത്ത് മറ്റ് രാജ്യങ്ങളിൽ പോവുക, ട്രാവൽ ചെയ്യുക, സ്വപ്നം കണ്ടതൊക്കെ ഏകദേശം നടക്കുക എന്നുള്ളത്. ഐ ഓൾവേസ് വോണ്ടഡ് ടു ബി എ ട്രാവലർ. ഓൾവേസ് ഒരു ട്രാവൽ ഫോട്ടോഗ്രാഫർ ഭയങ്കര താല്പര്യമായിരുന്നു. പക്ഷേ when I look back, ഇപ്പോഴും എനിക്കറിയത്തില്ല ഞാൻ എങ്ങനെയാണത് മാനിഫെസ്റ്റ് ചെയ്തതെന്നുള്ളത്. താങ്ക് ഗോഡ്. പിന്നെ മുകളിലിരിക്കുന്ന എൻ്റെ അപ്പനും എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. കാരണം അവരൊക്കെ ഒരുപാട് മേ ബി അവിടെ നിന്ന് കാണുന്നുണ്ടാവും, മേ ബി എൻ്റെ പ്രാർത്ഥനകളൊക്കെ കേൾക്കുന്നുണ്ടാവും. ആൻഡ് ഐ തിങ്ക് ദർ ആർ സോ മെനി അതർ പീപ്പിൾ ഹു ഹെൽപ്പ് മീ അച്ചീവ് ദിസ്. പക്ഷെ ഇതൊന്നും പറയാനില്ല കേട്ടോ ഇപ്പോൾ വന്നത്. ഇപ്പോൾ പറയാൻ വന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഓണമാണ്. ഞാൻ ലാസ്റ്റ് ഓണം ആഘോഷിക്കുന്ന എനിക്ക് തോന്നുന്നത് 2022 എങ്ങാണ്ടാണ്. അത് ഞാൻ ഇങ്ങോട്ടേക്ക് ഓണം ആഘോഷിച്ചിട്ടില്ല. കുളിച്ചൊരുങ്ങി ഒന്ന് അമ്പലത്തിൽ പോകാനും, രാവിലെ ഒന്ന് മുണ്ടെടുത്ത് സദ്യ കഴിക്കാനും, ഇലയൊക്കെ വെട്ടാൻ വീടിൻ്റെ സൈഡിലൊക്കെ ഇലയൊക്കെ വെട്ടി വന്ന് സാധനങ്ങളൊക്കെ ലൈക്ക് രാവിലെ തൊട്ട് അടിപൊളി കൂട്ടുകാരുണ്ടാവും. എല്ലാവരും മുണ്ടൊക്കെ കൊടുത്ത് അമ്പലത്തിലൊക്കെ പോയി അടിപൊളിയായിരുന്നു. 2-3 ഇയേഴ്സ് ബാക്കിലുള്ള വ്ളോഗൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഞാൻ ഓണത്തിനൊക്കെ വ്ളോഗൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഓണത്തിന് ഞാൻ പുതിയൊരു സ്ഥലത്തേക്ക് പോവാണ്. സോ നമ്മളിപ്പോൾ എയർപോർട്ടിലെത്തി കേട്ടോ. എയർപോർട്ടിലെത്തി എൻ്റെ ലഗേജൊക്കെ കൊടുത്ത് ബോർഡിങ്ങിനുള്ള ടിക്കറ്റൊക്കെ കിട്ടി നമ്മൾ സെക്യൂരിറ്റി ചെക്കപ്പിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാംഗ്ലൂർ എയർപോർട്ടിൽ ടെർമിനൽ 1-ലാട്ടോ. എനിക്കിവിടുന്ന് ഫസ്റ്റ് പോകേണ്ട മുംബൈക്കാണ്. അപ്പോൾ അത് കാരണം ഇവിടെ വന്ന് ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്നു. പക്ഷേ വെക്കുന്ന പരിപാടിയൊക്കെ നടന്നു, വലിയ തിരക്കൊന്നുമില്ല. അവിടെ കുറച്ച് പണിയൊക്കെ നടക്കുന്നുണ്ട്. ആൻഡ് ട്രാവലിംഗ് എല്ലാം അടിപൊളിയാണ്. ഞാൻ പറയുകയാണെങ്കിൽ ആരും നോക്കേണ്ട ആവശ്യമില്ലല്ലോ, ഒറ്റയ്ക്ക് സ്വന്തം കാര്യം നോക്കിയാൽ മതി. ഇവിടെയൊക്കെ ഡിജി യാത്രേൻ്റെ ക്യൂ ആണ്. നമ്മൾ ഡിജി യാത്ര ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നേരെ 6th ക്യൂവിലേക്ക് പോവാണ്. സോ അങ്ങനെ നമ്മുടെ പരിപാടി കഴിഞ്ഞു. സെക്യൂരിറ്റി ചെക്കപ്പ് കഴിഞ്ഞ് ഏകദേശം ഒരു 15 മിനിറ്റ് വേണം എൻ്റെ ബാഗ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാൻ. ട്രാവൽ ചെയ്യുമ്പോൾ ഏറ്റവും ഞാൻ ഫേസ് ചെയ്യുന്നൊരു പ്രശ്നം ഇതാണ്. എനിക്കറിയില്ല എത്ര പേര് ഫേസ് ചെയ്യുന്നുണ്ടെന്ന്, പക്ഷേ ഞാൻ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്, ബാഗ് ഒന്ന് റീപാക്ക് ചെയ്യാൻ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ക്യാമറ ഗിയർ ആയതുകൊണ്ട് ഭയങ്കര സീനാണ്. എല്ലാം അടിച്ച് പുറത്തിടണം, ഇല്ലെങ്കിൽ അവന്മാർ ഫുള്ള് സ്ക്രീൻ ചെയ്യുമ്പോൾ ആ സാധനം അവിടെ ലോക്കായിട്ട് അവരുടെ അടുത്തേക്ക് പോകും. പക്ഷെ കുഴപ്പമില്ല, പാർട്ട് ഓഫ് ലൈഫ്, പാർട്ട് ഓഫ് ട്രാവൽ. ഇപ്പോൾ നോർമലായി തുടങ്ങിയിട്ടുണ്ട് ഏകദേശം. പക്ഷെ എന്നാലും കുറച്ച് സമയം കൂടുതലാകുമ്പോഴത്തേക്കും ഫ്രസ്ട്രേറ്റഡ് ആവും ചില സമയത്ത്. 750 ml കേട്ടോ. Take this one 500 ml. രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്, വാട്ടറും കോക്കും. ഭയങ്കര അത്യാവശ്യമാണ്. ഞാൻ ഓൾറെഡി ട്രൈ ആയിട്ടുണ്ട്. ഇഡ്ലിക്കൊക്കെ 350 രൂപ കേട്ടോ. ബട്ടൺ ഇഡ്ലി വിത്ത് സാമ്പാർ 369. ആ കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. വെള്ളവും വാങ്ങി കോക്കും വാങ്ങി, രണ്ടിനും കൂടി 170 റുപ്പീസാണ്. നമുക്ക് നോർമലാണെങ്കിൽ നമ്മൾ വാങ്ങുവാണെങ്കിൽ ഏകദേശം 20 രൂപ വെള്ളത്തിന്. 500 ml ആണെങ്കിൽ 10 രൂപ. അതേപോലെ തന്നെ ഒരു കോക്കാണെങ്കിൽ ഏകദേശം മാക്സ് പോയി കഴിഞ്ഞാൽ ഒരു 50 റുപ്പീസ് 45 റുപ്പീസ്
ക്യാനിന്. അപ്പോൾ ഏകദേശം 50 രൂപേൻ്റെ സാധനം 170 റുപ്പീസ്, 120 റുപ്പീസ് കൂടുതൽ. വെരി ഗുഡ്. പറഞ്ഞിട്ട് എല്ലാ എയർപോർട്ടിലാണ്. ദേ ഓൾസോ ഹാവ് ടു മേക്ക് സം മണി. പക്ഷേ ഇത് കുറച്ച് കൂടുതലാണ് ഐ തിങ്ക്. സോ നമ്മൾ ഫൈനലി ഇവിടെ വന്നിരുന്നു. 22nd എൻ്റെ ഫ്ലൈറ്റ് വരുന്നത്. പക്ഷേ 24th ഗേറ്റിലാണ് നമ്മളുള്ളത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരിക്കാവുന്ന സ്ഥലമില്ല, ഉള്ള ആൾക്കാരാണ്. ഇനി ഏകദേശം ഒരു 20 മിനിറ്റ്സ് കൂടി ഉണ്ട് വരാൻ. ഇനി ഇവിടുന്ന് ബസ് കയറി ഫ്ലൈറ്റിന് അവിടെ പോയി അവിടെ ഇറങ്ങി അതിൽ കയറി. ആദ്യമൊക്കെ ഫണ്ണായിരിക്കും, പിന്നെ അത്ര ഫണ്ണായിട്ടൊന്നും തോന്നത്തില്ല. പിന്നെ ഒരു മാസം ഏകദേശം ഒരു 10-15 ദിവസമൊക്കെ ട്രാവൽ ചെയ്യുന്നവരുടെ അവസ്ഥയാണെങ്കിൽ പറയും വേണ്ട. ഹാഫ് ഓഫ് ദ സമയം നമ്മൾ ട്രാവലിങ്ങിൽ തന്നെ പോകും. നാളെ ഏകദേശം ഇപ്പം ഞാൻ ഇവിടുന്ന് ഫ്ലൈ ചെയ്ത് തുടങ്ങി ഏകദേശം 19 hours ഇറ്റ് വിൽ ടേക്ക് ഫോർ മീ ടു ഗെറ്റ് ദെയർ. യൂറോപ്പിലേക്കാണ് പോകുന്നത്. അവിടെ എത്തിയിട്ട് ഏതാ സ്ഥലം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. വീണ്ടും വ്ലോഗ് റീസ്റ്റാർട്ട് ചെയ്ത് എൻ്റെ കാരണം ഞാൻ നിങ്ങളുടെ അടുത്ത് എന്തായാലും പറഞ്ഞില്ല. അത് ഞാൻ അവിടെ ചെന്നിട്ട് പറയാം. നല്ലൊരു ആംബിയൻസിലിരുന്നിട്ട് നമുക്കതിനെപ്പറ്റി സംസാരിക്കുക, അതായിരിക്കും നല്ലത്. ഇപ്രാവശ്യം വലിയൊന്നുമില്ല. അവിടെ നിന്ന് വെയിറ്റ് ചെയ്യുക, ഫ്ലൈറ്റ് വരുമ്പോൾ അതിനകത്ത് കയറുക, അതാണ് മെയിനായിട്ടുള്ള ലക്ഷ്യം. ഇവിടെ നേരെ ബോംബെയിൽ 2 മണിക്കൂർ, പിന്നെയുണ്ട് ലെയർ. അത് കഴിഞ്ഞ് അവിടെ നിന്നും സെക്യൂരിറ്റി ചെക്കിനൊക്കെ കഴിഞ്ഞ് വേണം പോകാൻ. അവിടെ ഇമിഗ്രേഷൻ ഉണ്ടാവും, അതും കഴിഞ്ഞിട്ട് വേണം എനിക്ക് പോകാൻ. സോ ഇറ്റ് വിൽ ടേക്ക് സം ടൈം, ബട്ട് ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. സോ നമ്മൾ ഫ്ലൈറ്റിൽ കയറാൻ പോവാണ്. ഭയങ്കര സൗണ്ടാണ്. കയറിയിട്ട് നോക്കാം. ഫ്രണ്ടിലാണ് എൻ്റെ സീറ്റ്, 8F ആണ്. വിൻഡോ സീറ്റാണ് എനിക്ക് തോന്നുന്നത്. ഗായ്സ്, നമ്മളിപ്പോൾ മുംബൈയിൽ വന്ന് ഇറങ്ങിയുള്ളൂ ഫ്ലൈറ്റിൽ. ഇവിടെ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇവിടുന്ന് ടെർമിനൽ 2ലേക്ക് പോകണം. ഇതാണ് എൻ്റെ ബസ്. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റിങ്ങിലാണ്. എപ്പോൾ എടുക്കുന്നൊന്നും ഒരു പിടുത്തമില്ല. നോക്കാം എന്തായാലും. ഞാൻ ഓൾറെഡി ടയർഡാണ്, കാരണം ഏകദേശം 4 o'clock ആയിരിക്കണം. ഇതെൻ്റെ ഉറങ്ങുന്ന സമയമാണ്. പക്ഷേ ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് ഉറങ്ങാൻ പറ്റത്തില്ലല്ലോ. ഇതാണ് അവസ്ഥ. അങ്ങനെ നമ്മൾ മുംബൈ എയർപോർട്ട് ടെർമിനൽ 2-ലെത്തി കേട്ടോ. ഇത് കണ്ടില്ല, ഇതാണ് ഇവിടുത്തെ അവസ്ഥ. കുഴപ്പമൊന്നുമില്ല, കാറുകളൊക്കെ വരുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെയാണ് ഇടിഞ്ഞു പൊളിഞ്ഞു പോയത്. പക്ഷെ കുഴപ്പമില്ല, പ്രാവശ്യം ഇടിഞ്ഞു പോകാണ്ടിരുന്നാൽ മതി. സോ നമ്മൾ സെക്യൂരിറ്റി ചെക്കിനിലെത്തി. നേരത്തെ വാങ്ങി കോക്കില്ല, അത് ഞാൻ ഇതിനെ കുടിച്ചിട്ടില്ല. മിക്കവാറും ഇവിടുന്ന് അത് കളയേണ്ടി വരും. അതിനു മുമ്പ് എന്താണ്ട് സിപ്പ് എടുത്തിട്ട് നമുക്ക് കളയാം അല്ലേ, അതായിരിക്കും നല്ലത്. ഇവിടെയും കുറച്ച് സമയം എടുക്കും സെക്യൂരിറ്റി ചെക്കിങ് എടുക്കും. അത് നോക്കാൻ പറ്റും. സോ നമ്മൾ വീണ്ടും പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റീപാക്ക് ചെയ്തുകൊണ്ട് സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞിട്ട്. ഇതന്നെ മെയിൻ പരിപാടി. എൻ്റെ ബാഗ് പാക്ക് ചെയ്യാൻ ഏകദേശം ഒരു 10 minutes എങ്കിലും മിനിമം എടുക്കും. നല്ല ഫാസ്റ്റ് പാക്ക് ചെയ്യാൻ ഏകദേശം ഒരു 8 minutes എടുക്കും. പിന്നെ ഈ ബെൽറ്റൊക്കെ ഇട്ട് വരാൻ ഏകദേശം നല്ല സമയം എടുക്കും. എയർപോർട്ട്സിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന ഒരുപാട് ഇൻഡിവിജ്വൽസിനെ കാണാൻ പറ്റും. ഞാൻ മെയിൻലി ശ്രദ്ധിക്കാനാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചിലർ നമുക്ക് കാണാൻ പറ്റും. അത് നമുക്ക് മോസ്റ്റ്ലി ഇൻ്റർനാഷണൽ എയർപോർട്ട്സ്, ഡൊമസ്റ്റിക് അത്രയില്ല, പക്ഷേ ഇൻ്റർനാഷണൽ എയർപോർട്ട്സിൽ ഭയങ്കര യുണീക്കായിട്ടുള്ള ആൾക്കാരെ കാണാൻ പറ്റും.
ഫൈനലി അത് കഴിഞ്ഞ് ലാസ്റ്റ് ലാപ്ടോപ്പ്. സോ എല്ലാം പാക്ക് ചെയ്തു. ആൻഡ് ഇനിയിപ്പോൾ നേരെ ഇമിഗ്രേഷനിലാണ്. ഇവിടെ ഡൊമസ്റ്റിക് ഇൻ്റർനാഷണലിലേക്ക് ഇമിഗ്രേഷൻ കുറച്ച് സമയം എടുക്കത്തുള്ളൂ എനിക്ക് തോന്നുന്നത്. കാരണം 5:55 ബോർഡിങ് തുടങ്ങും. അതിന് മുമ്പ് അവിടെ എത്തണം. ഇവിടെ വലിയ ആളൊന്നുമില്ല, സോ വേഗം കഴിയുന്നത് തോന്നുന്നു. സോ നമ്മുടെ ഇമിഗ്രേഷൻ കഴിഞ്ഞു. ഇതിനകത്ത് ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പാസ്പോർട്ടിൽ US വിസയുണ്ട്. സോ ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നൊരു റെസ്പെക്റ്റ് ഡിഫറെൻ്റ് ആയിരിക്കും US വിസ ഉണ്ടെങ്കിൽ. ആൻഡ് ഏകദേശം എൻ്റെ പാസ്പോർട്ട് ഫുള്ളാണ്. സോ യു വാസ് ആസ്കിങ് മീ ഒരുപാട് രാജ്യങ്ങളിൽ പോകാറുണ്ട്, എന്താണ് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഞാൻ ഒരു ട്രാവൽ ഫോട്ടോഗ്രാഫറാണ്. ആൻഡ് ഹി വാസ് ലൈക്ക് ഹൗ ദാറ്റ് വർക്ക്സ്. സോ ഏകദേശം ഒരു 3-5 മിനിറ്റ് നിന്ന് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വന്നു എങ്ങനെയാണ് എൻ്റെ വർക്ക് കാര്യങ്ങൾ, ഹൗ ഐ മേക്ക് മണി, ഹൗ ഐ ട്രാവൽ. ഹി ഹാഡ് ലൈക്ക് ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ്. സംടൈംസ് നമ്മൾ തന്നെ എക്സ്പെക്ട് ചെയ്യാത്ത ആൾക്കാർ നമ്മോട് ചോദിക്കും എന്താണ് ഇതിന് സംഭവം. പക്ഷേ ഇമിഗ്രേഷൻ ഓഫീസറാണ്, ഒബ്വിയസ്ലി യു ലാസ്റ്റ്. ബട്ട് ദിസ് വാസ് വെരി ഡീപ്പ്. ഹി വാസ് ജെന്യുവൻലി ഇൻട്രസ്റ്റഡ് ഇൻ ദാറ്റ്. സോ ഉള്ളിൽ കയറി ഇനി ഏകദേശം ഒരു 10 മിനിറ്റും കൊണ്ട് അവിടെ എത്തണം. എൻ്റെ എത്രയാണ് നമ്പർ? ഗേറ്റ് നമ്പർ 74 ആണ്. സോ ഇവിടെയൊക്കെ ഒരുപാട് ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ടാക്സ് ഒന്നും ഇല്ലാത്ത സാധനങ്ങളൊക്കെ വാങ്ങാം. വലിയ ടാക്സ് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ എനിക്കൊന്നും വാങ്ങാനുള്ള സമയമില്ല, അല്ലെങ്കിൽ ഞാൻ വാങ്ങാനൊന്നുമില്ല. എയർപോർട്ടിൻ്റെ ഉള്ളിൽ നിന്ന് അത്രയ്ക്ക് പൈസയൊക്കെ ഇറച്ച് കിട്ടിക്കഴിഞ്ഞാലേ ഞാൻ വാങ്ങത്തുള്ളൂ. ഈ വഴി തന്നെ വരുന്ന വഴിക്ക് നമ്മുടെ ഇവൻറ്റ് കമ്പനീൻ്റെ മുതലാളീനെ കണ്ട്. പുള്ളിക്കൊക്കെ വേറെ ഫ്ലൈറ്റാണ് കേട്ടോ. നമുക്ക് കിട്ടിയിരിക്കുന്ന ഇൻഡിഗോ ആണ്. ഇൻഡിഗോ ഇൻ്റർനാഷണൽ തുടങ്ങണ്ടായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ നമ്മൾ തുടങ്ങിയപ്പോൾ ഇൻഡിഗോ ഒക്കെ കിട്ടണേ. സോ ഫൈനലി ഞാനിപ്പോൾ ഇസ്താൻബുളിൽ ഫ്ലൈറ്റ് കയറി ഇൻഡിഗോൻ്റെ. സോ സൈഡ് സീറ്റ് കിട്ടിയത് കാരണം തന്നെ വളരെ നന്നായിട്ടുണ്ട്. ഈ പുറത്തുള്ള കുറച്ച് വ്യൂവും കാര്യങ്ങളൊക്കെ കാണാം. സമയം ഏകദേശം 6:45 ആയിട്ടുണ്ട്. പക്ഷേ ക്ലൈമറ്റ് വലിയ സുഖമൊന്നുമില്ല, ഒരു മൂടി ക്ലൈമറ്റാണ്. ഐ തോട്ട് സം ഐ ഗെറ്റ് സം സൺറൈസ് ഫോട്ടോസ് ബട്ട് ഐ വോണ്ട്. ബട്ട് ഇറ്റ്സ് ഫൈൻ. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല സംടൈംസ്. സോ ദിസ് ടൈം ആണെങ്കിൽ ഞാൻ കൂടുതലും സ്റ്റോറിക്കുള്ള കണ്ടൻ്റ് ഒന്നും എടുത്തില്ല. മാക്സിമം വ്ളോഗ്സാണ് ഞാൻ പ്രാവശ്യം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പിന്നെ ഫ്ലൈറ്റ് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇൻഡിഗോ ആണെങ്കിലും അത്യാവശ്യം നല്ല ഫ്ലൈറ്റാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സ്ക്രീനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. പക്ഷെ ഇതൊന്നും വർക്കിംഗ് ആണെന്ന് പോലെ അറിയത്തില്ല. എന്തായാലും ഞാൻ ലാപ്പ് എടുത്തിട്ടുണ്ട്. ഏതോ ഒരു സീരീസ് അക്ഷയ് പറഞ്ഞിട്ട് ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സീരീസ് കണ്ടു തുടങ്ങാൻ എന്തായിരിക്കും അവസരം എന്നറിയത്തില്ല. എന്തായാലും കുറേ നേരം ട്രാവലുണ്ട്. മാക്സിമം ടൈം ഞാൻ കിടന്നുറങ്ങുമായിരിക്കും. അപ്പോൾ നല്ല ക്ഷീണമുണ്ട്. ഇന്നലെ ഷൂട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നതുകൊണ്ട് നല്ല ക്ഷീണമുണ്ട്. അപ്പോൾ മാക്സിമം ടൈം ഞാൻ കിടന്നുറങ്ങും. കഴിഞ്ഞ് എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് മേ ബി ഐ വർക്ക് ഓൺ എ വീഡിയോ ഓർ ഐ വിൽ ഡു സംതിങ്. ഇവിടുന്ന് ബസ്സിൽ കയറി ടെർമിനലിലേക്ക് ടാക്സി. നമ്മളിപ്പോൾ ടർക്കിയിൽ ഉള്ള എയർപോർട്ടിലാണ്. ആൻഡ് ഇവിടുത്തെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഏകദേശം 11:25 ഇവിടെ എത്തി. എത്ര മണിക്ക്? 11:25. ചോദിക്കാം.
ഇവിടുത്തെ ഇനി ഞാനിവിടെ ഏകദേശം 5 hours നിൽക്കണം. എത്ര 5 hours, ചെറിയ സമയമൊന്നുമല്ല. 5 മണിക്കൂർ ഇവിടെ പോസ്റ്റായാലേ എനിക്കിവിടെ നിന്ന് പോകാൻ പറ്റത്തുള്ളൂ. എനിക്കറിയത്തില്ല, 4:45 ഫ്ലൈറ്റ്. ഞാൻ അവിടെ 11:25 എത്തി, ഏകദേശം 5 മണിക്കൂർ. സോ എയർപോർട്ടിൻ്റെ ഉള്ളിരിക്കുകയാണ്. ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നാൽ ഇന്ന് ഓണമൊക്കെ ആയതുകൊണ്ട് സ്പെഷ്യലായിട്ട് ഞാൻ ബർഗർ വാങ്ങിക്കഴിച്ചു. എന്തായാലും ഓണത്തിന് ബർഗർ, ഓണത്തിൻ്റെ ഫുൾ ഡേ ട്രാവല്, അടിപൊളി. ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ ഇരിക്കുന്നുള്ളൂ, കൂടെ ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ എന്ത് വേണമെങ്കിലും കാണിക്കാം, ആരെയും നോക്കണ്ട, റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണ്ട, സ്വന്തം കാര്യം നോക്കിയാൽ മതി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏകദേശം നൈസാണ്. ഇനിയിപ്പോൾ ഏകദേശം ഒരു 2-3 മണിക്കൂറും കൂടെ ഉണ്ട് ഫ്ലൈറ്റ്. അപ്പോൾ ഞാനത് പതുക്കെ ഇരുന്ന് കഴിച്ച് കുറച്ച് വർക്കൊക്കെ ചെയ്യാനുണ്ട്, അതൊക്കെ ചെയ്ത് ഇനി ഇരിക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഫുഡ് കഴിക്കുക, കുറച്ച് വോക്കും കാര്യങ്ങളൊക്കെ തീർക്കാനുണ്ട്, കുറച്ച് കോൾസ് ചെയ്യാനുണ്ട്, കുറച്ച് വോക്കിൻ്റെ കൺഫർമേഷൻ ഉണ്ട്. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പരിപാടി നടക്കില്ല അടുത്ത 5 ദിവസത്തേക്ക്. എന്തൊക്കെയായിരിക്കും എന്ന് ആർക്കറിയാം. അപ്പോൾ ബെറ്റർ ഇപ്പോൾ തന്നെ തീർത്തിട്ട് അങ്ങ് പോകണമെങ്കിൽ കുഴപ്പമില്ല. ഈ മാസം ഏകദേശം മൊത്തം ട്രാവൽ തന്നെയായിരിക്കും. ഒരു ഫസ്റ്റ് 20 days എന്തായാലും ട്രാവലായിരിക്കും. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം ഫ്രീ ആവത്തുള്ളൂ. അത് കാരണം കംപ്ലീറ്റ്ലി ഞാൻ എന്താണ് വോക്കും കാര്യങ്ങളായിട്ട് നിൽക്കുവാണ്. എന്തായാലും നെക്സ്റ്റ് ടൈം നമുക്ക് നോക്കാം.